ഫ്രാൻസ് എന്നൊരു സുന്ദര യൂറോപ്യൻ രാജ്യം ദിവസങ്ങളായി കത്തുകയാണ്. മാനവിക മൂല്യങ്ങൾക്കും സാഹോദര്യത്തിനും എക്കാലത്തും വില കൽപ്പിച്ചിരുന്ന പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രം ഇപ്പോൾ തീവ്രവാദികളുടെ ആക്രമണത്താൽ കത്തിയമരുന്ന ദാരുണ കാഴ്ചകളാണ് ലോകം കാണുന്നത്. കഴിഞ്ഞ ജൂൺ 27-ന് നിഹാൽ എന്ന അൾജീരിയൻ 17-കാരൻ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഫ്രാൻസിന്റെ വിവിധ ഇടങ്ങളിൽ വംശീയത ആരോപിച്ച് വലിയ അക്രമങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. കലാപം ഒരാഴ്ച പിന്നിടുമ്പോൾ 1000-ഓളം ബിസിനസ് സ്ഥാപനങ്ങളും 400-ഓളം ബാങ്കുകളും തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ഏകദേശം 1 ബില്യൺ യൂറോയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നു. കലാപകാരികൾ തകർത്ത വാഹനങ്ങളുടെ കണക്കുകൾ ഇതുവരെയും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 300-ഓളം വരുന്ന മേയർമാരുടെ മീറ്റിംഗ് വിളിച്ച് ഇത്തരത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള ശരിയായ കാരണം കണ്ടെത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരണമനുസരിച്ച് നിഹാൽ ഒരു മെർസിസ് കാറിൽ പോളിഷ് നമ്പർ പ്ലേറ്റ് വെച്ച് 2 യാത്രക്കാരുമായി പോകുമ്പോൾ ചെക്കിങ്ങിനായി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ കാർ നിഹാൽ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. 17-കാരനായിരുന്ന നിഹാൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അപ്രകാരം ചെയ്തത്. ഇതേ തുടർന്ന് പോലീസ് വെടിവെക്കുകയായിരുന്നു. ഈ വെടിവെപ്പിൽ വെടിയുണ്ട നിഹാലിന്റെ കാലിലും നെഞ്ചിലും തുളച്ചു കയറി. ഉടൻ തന്നെ ആംബുലൻസിൽ നിഹാലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസ് റെക്കോർഡുകളിൽ നിഹാലിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ ഇത് വംശീയതയുടെ ഒരു പ്രകടനമായി വ്യാഖ്യാനിച്ച് ഫ്രാൻസിലെ മുസ്ലിം ജനവിഭാഗത്തിലെ ഒരു കൂട്ടം യുവജനങ്ങൾ തെരുവിലിറങ്ങിയത് വലിയ കലാപത്തിലേക്ക് വഴിതിരിഞ്ഞു. കലാപകാരികൾ ഇതിനിടെ മേയർ വിൻസെന്റ് ജീൻ ബേണിന്റെ വീടിന് തീയിട്ടു. മേയർ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന മേയറുടെ ഭാര്യ മക്കളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ആക്രമണമുണ്ടായി. മേയറുടെ ഭാര്യയുടെ കാലൊടിഞ്ഞു. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട്. കലാപം ശാന്തമാക്കാൻ ശക്തമായി പരിശ്രമിച്ചിരുന്ന മേയറുടെ ഭവനത്തിന് നേരെ ആക്രമണം നേരിട്ടത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഏകദേശം 4000-ഓളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ തന്നെ 1200-ഓളം പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇത്തരത്തിൽ അറസ്റ്റിലായവരുടെ മാതാപിതാക്കളിൽ നിന്ന് പിഴ ഈടാക്കാൻ നിർദ്ദേശമുള്ളതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2005-ൽ പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച 2 ആഫ്രിക്കൻ വംശജരെ ചൊല്ലിയുണ്ടായ കലാപം അന്ന് ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടാക്കിയിരുന്നു. സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഫ്രാൻസിൽ ഉള്ളത്. മുസ്ലിം സമൂഹത്തിന്റെ സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില തീവ്ര മുസ്ലിം സംഘടനകളാണ് കലാപത്തിന് ജനങ്ങളെ ഇളക്കി വിടുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. നിഹാലിന്റെ കുടുംബം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നിർത്തണമെന്നും ശാന്തതയോടെയുള്ള പ്രതിഷേധമാണ് വേണ്ടതെന്നും പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ചെക്കിങ്ങിനിടെ വെടിവെക്കുന്നതിനുള്ള അനുവാദം നിർത്തലാക്കണമെന്നും നിഹാലിന്റെ കുടുംബം
ആവശ്യം ഉന്നയിച്ചു. വംശീയത ആരോപിച്ച് വർഗീയ ലഹള ഇളക്കിവിടുന്ന കാഴ്ചയാണ് ഫ്രാൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ലഹളയുണ്ടാക്കുന്നവരുടെ ഉദ്ദേശം വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടമല്ല എന്ന് ഉറപ്പാണ്. എന്നാൽ ഫ്രാൻസിലെ കലാപത്തിന് വംശീയതയുടെ നിറം നൽകുന്നതിൽ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. നിഹാൽ ഒരു കറുത്ത വർഗക്കാരൻ ആയതിനാലും ഒരു മുസ്ലിം ആയതിനാലുമാണ് പോലീസ് വെടിവെച്ചിട്ടതെന്ന ഭാഷ്യമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നിഹാൽ മുസ്ലിം ആണെന്ന കാര്യമോ അദ്ദേഹത്തിന് ആഫ്രിക്കൻ വേരുകൾ ഉണ്ട് എന്ന കാര്യമോ അറിഞ്ഞല്ല പോലീസ് വെടിയുതിർത്തത്. കാരണം നിഹാൽ കറുത്ത വർഗക്കാരനല്ല, പാതി അൾജീരിയനും പാതി മൊറോക്കനുമായ അറബി വംശജനാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സാമ്രാജ്യ ശക്തിയായിരുന്ന ഫ്രഞ്ച് കോളനികളുടെ ഭാഗമായിരുന്ന ഈജിപ്തിൽ നിന്നും ആഫ്രിക്കയുടെ പല ഭാഗത്തു നിന്നും മറ്റുമായിട്ടാണ് മുസ്ലിം സമൂഹം ഫ്രാൻസിന്റെ ഭാഗമായി തീർന്നത്. 17-ാം നൂറ്റാണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്രഞ്ച് കോളനികൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി നോർത്ത് അമേരിക്കയിലും ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ഫ്രഞ്ച് ആധിപത്യം പുലർത്തിയിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന സെനഗൽ, അൾജീരിയ, മഡഗാസ്കർ എന്നിവയും ഇൻഡോ ചൈന ഭൂപ്രദേശങ്ങളിലും ഫ്രാൻസിന്റെ കോളനികൾ ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതുവരെ ഈ നില തുടർന്നു പോന്നു. അതിന്റെ ഫലമായി ഈ പ്രദേശങ്ങളിലുണ്ടായ ഫ്രഞ്ച് സ്വാധീനം തുടർന്നും ഫ്രഞ്ച് ജനതയോട് ചേർന്ന് പോകാൻ ഈ കോളനിവാസികളെ പ്രേരിപ്പിച്ചു. ദേശീയ സ്ഥിതിവിവര കണക്ക് ബ്യൂറോയായ ഇൻസിയുടെ കണക്ക് പ്രകാരം 2019-2020 ഫ്രഞ്ച് ജനസംഖ്യയുടെ 10% മുസ്ലിങ്ങളാണ്. 18-നും 59-നും ഇടയിൽ പ്രായമുള്ള ജനസംഖ്യയുടെ 29 പേർ കത്തോലിക്കരും 10 മുസ്ലിങ്ങളും 10 മറ്റു മതങ്ങളും 51 പേർ മതമല്ലാത്തവരുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മതേതര സ്വഭാവമുള്ള ഫ്രാൻസിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ മതവിശ്വാസത്തിനു വേണ്ടി തീവ്രമായി നിലകൊള്ളുന്ന മുസ്ലിം ജനത വേറിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഉയർന്ന തോതിലുള്ള ജനന നിരക്കും അഭയാർത്ഥികളുടെയും കുടിയേറ്റത്തിന്റെയും തോതും ഫ്രാൻസിലെ മുസ്ലിം ജനതയുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് നിലവിൽ വരുത്തിയിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തിന്റെ പരിണിത ഫലമായി ധാരാളം ആളുകൾ സിറിയയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറുന്നത് ജനസംഖ്യ അനുപാതത്തിൽ അവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് കൊണ്ടുവരുന്നുണ്ട്. പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങൾ പലപ്പോഴും വംശീയവും വിദ്വേഷപരവുമായ വികാരങ്ങളുടെ കുതിച്ചുചാട്ടത്താൽ അടയാളപ്പെടുത്തുന്നു. ഇസ്ലാമിക തീവ്ര ചിന്താഗതികൾ പിന്തുടരുന്ന മതസംഘടനകൾക്ക് പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി ഉള്ളതാണ് ഫ്രാൻസിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്നത് നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോഴും കരുതുന്നു. അരനൂറ്റാണ്ടിനിടയിൽ 500-ലധികം പേർ ഫ്രാൻസിൽ വിവിധ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്ക്. 2015 നവംബറിലായിരുന്നു ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം. ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലെ വിവിധ ഭാഗങ്ങളിലെ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, സ്റ്റേഡിയം, തിയേറ്റർ തുടങ്ങി 6 സ്ഥലങ്ങളിൽ നടന്ന സമാനതകളില്ലാത്ത ആക്രമണങ്ങളിൽ അന്ന് കൊല്ലപ്പെട്ടത് 150ഓളം പേരായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. നാടകശാലയിലും സംഗീത പരിപാടികളിലുമടക്കം 6 സ്ഥലങ്ങളിലായിരുന്നു തീവ്രവാദ ആക്രമണം. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം പാരീസിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഭീകരർ സ്ഫോടനം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെ 80,000 കാണികൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ വിവാദ കാർട്ടൂണുകൾ പുനഃപ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ഷാർലോ എബ്ദോ മാസിക ഓഫീസിന് നേരെ തോക്കുധാരികളായ തീവ്രവാദികൾ വെടിയുതിർത്തപ്പോൾ
8 കാർട്ടൂണിസ്റ്റുകൾ ഉൾപ്പെടെ 17 പേരാണ് കൊല്ലപ്പെട്ടത്. 2016 നോർമണ്ടി പള്ളിയിൽ കത്തോലിക്ക പുരോഹിതനെ കൊലപ്പെടുത്തിയതിന് തീവ്രവാദ ഗൂഢാലോചനയിൽ 4 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. റൂവിനടുത്തുള്ള സെന്റ് എറ്റിയൻ ഡു റുവറയിലെ കത്തോലിക്ക പള്ളിയിൽ 85-കാരനായ പുരോഹിതൻ ജാക്വസ് ഹാമലിനെ തീവ്രവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ലോകത്തെ നടുക്കി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 അക്രമികളെയും പോലീസ് വെടിവെച്ചു കൊന്നു. കുറ്റാരോപിതരായ കൂട്ടാളികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തു. 2020 ഒക്ടോബർ 16 ഫ്രാൻസിലെ പാരീസിന്റെ പ്രാന്തപ്രദേശമായ എഗ്നി സുർ ഓയ്സിൽ ഒരു ഫ്രഞ്ച് സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ സാമുവൽ പാറ്റി ഒരു ഇസ്ലാമിക ഭീകരനാൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടത് മുസ്ലിം മതവികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ പ്രവാചകനായ മുഹമ്മദിനെ പറ്റി പറഞ്ഞു എന്ന് ആരോപിച്ചായിരുന്നു. സാമുവൽ പാറ്റിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ 2020 ഒക്ടോബർ 29 ഫ്രഞ്ച് നഗരമായ നീസിലെ ഒരു പള്ളിയിൽ കത്തിയുമായി അക്രമി ഒരാളെ തലയറുക്കുകയും 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കൊലപാതകങ്ങൾ നടത്തിയത്. ഇപ്പോഴത്തെ ഈ കലാപങ്ങൾ കുറച്ചു നാളുകളായി ഫ്രാൻസിൽ നടക്കുന്ന മുസ്ലിം തീവ്ര ചിന്താഗതിയുടെ മറ്റൊരു പ്രകടനമാണ്. ഒന്നിനു പുറകെ ഒന്നായി ഫ്രാൻസിന്റെ സമാധാന അന്തരീക്ഷത്തെ കെടുത്തുന്ന തീവ്രവാദ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിഹാലിന്റെ മരണം ഫ്രാൻസിനെ വീണ്ടും കലുഷിതമാക്കിയത്. ഇസ്ലാമിക കുടിയേറ്റക്കാർക്ക് അഭയം നൽകുന്നത് ആപൽക്കരമാണെന്നും അവർ തിരിഞ്ഞുകടിക്കുമെന്നും കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ മൗലാന അഹമ്മദ് തൗഹീദി അഭിപ്രായപ്പെട്ടിരുന്നു. Dubai is not in a crisis. Abu Dhabi, the UAE, Bahrain, Oman, Kuwait, there's no crisis there. The Muslim countries are doing good there. Only some places there's a problem. I say, no, you are in a crisis. You went to the Muslim countries and you imported the garbage that the Muslim countries wanted to put in prison or isolate away from society. You went and you imported them. Why? For cheap labor. But these Islamist extremists, they don't want to work. They want free welfare. They want to marry French women, blonde hair, blue eyes. They don't have time to work. So look at Poland. They don't complain from Islamic extremism, not a single terrorist attack in Poland. The moment they sense there's a problem, they crack down on it. Polish policy, beautiful. The French, no. Come. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അച്ചിട്ടായതായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുകയാണ്. മതമൗലികവാദികളായ അഭയാർത്ഥികളുടെ തനി നിറം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സാമ്പത്തിക ശേഷിയുള്ള ഒരു ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത്. എന്നാൽ യൂറോപ്പ് ഇസ്ലാമിക അഭയാർത്ഥികളെ ഉദാരമായ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ടാണ് അവർ തങ്ങളുടെ തനി നിറം കാട്ടി അഭയം കൊടുത്ത കൈകൾക്കിട്ട് തിരിഞ്ഞു കുത്തുന്നത്. തൗഹീദിയുടെ വാക്കുകൾക്ക് ഈ സാഹചര്യത്തിൽ പ്രസക്തി ഏറുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പോലുള്ള സംഘടനകൾക്ക് ഒരു ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രവർത്തിക്കാൻ അനുവാദം കിട്ടാതിരിക്കുമ്പോൾ ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ പതാക പാറി പറക്കുകയാണെന്നും എന്നാൽ അവരുടെ ലക്ഷ്യം അഭയം തന്നവരുടെ രക്തം ചീന്തുകയും അവരെ തിരിച്ചു കടിക്കുകയും ചെയ്യുന്നതാണ് എന്ന സത്യം ആരും തിരിച്ചറിയുന്നില്ലെന്നും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ അനുവദിക്കുകയോ അതിനെ മഹത്വപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകുമെന്നും അത് നിഷേധിക്കപ്പെടുമ്പോൾ കലാപം ഉണ്ടാകുമെന്നും മുഹമ്മദ് തൗഹീദി പറയുന്നു. മുഹമ്മദ് തൗഹീദിയുടെ വാക്കുകളെ അനർത്ഥമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ച് ഇപ്പോൾ കത്തുന്ന ഫ്രാൻസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. ലോകത്ത് എവിടെയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അക്രമങ്ങളുടെ പരമ്പര തന്നെ മറ്റു മതവിശ്വാസ സമൂഹങ്ങളുടെ മേൽ നടന്നിട്ടുണ്ട്. 2050ഓടെ
ഫ്രാൻസിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പറഞ്ഞ മതപണ്ഡിതന്റെ 2019 വാക്കുകൾ ഇപ്പോൾ ഫ്രാൻസിൽ വൈറലാണ്. في 2050 يعني سيكون مثلا عدد المسلمين في فرنسا أكثر من الفرنسا. الذي نعول عليه بأنه لابد أن يكون هناك دولة للمسلمين. هذه الدولة تحمل الإسلام هداية ونور بالجهاد في سبيل الله عز وجل. تحمل هذه الرسالة وهذه الرحمة. മതമൗലികവാദികളെ കുടിയിറക്കുകയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇരവാദങ്ങളുടെയും അഭയാർത്ഥികളുടെയും വംശീയതയുടെ എല്ലാം മറവിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഫ്രാൻസിൽ നടപ്പാകുക തന്നെ ചെയ്യും. ഫ്രാൻസ് കലാപം യൂറോപ്പിനും ലോകരാജ്യങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. കേരളത്തിലെ മാറി വരുന്ന ചിന്താരീതികളെയും നമ്മൾ ഇതേ ജാഗ്രതയോടെ നോക്കി കാണേണ്ടിയിരിക്കുന്നു.